ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ടൊരു വ്ളോഗ് ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ലായിരുന്നു. വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചധികം സമയമെടുക്കും. അപ്പം അത്രയും ഒരു സമയം എനിക്ക് ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ടില്ലായിരുന്നു. നല്ല തിരക്കായിരുന്നു എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇല്ലാതെ സൈലൻറ്റ് വ്ളോഗായിട്ട് കുറച്ച് വ്ളോഗ്സൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി വോയിസ് ഓവർ ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ് ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ജസ്റ്റ് ഞാൻ വീട്ടിലുള്ള ഒരു ദിവസം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ. ചുമ്മാ കുറച്ച് റാൻഡായിട്ടുള്ളൊരു വ്ളോഗാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല ഈ ഒരു വ്ളോഗിൽ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനാണെങ്കിൽ തന്നെ ആ ഒരു ഡേയിൽ ഫുള്ള് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റാൻഡം വ്ളോഗ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം ഞാൻ ഗാർഡനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന കുറച്ച് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പം എൻ്റെ മുമ്പത്തെ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഗാർഡനിലേക്ക് പോവുക, ചെടികളൊക്കെ ഒന്ന് നോക്കുക, അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം ആ ഗാർഡനിൽ കൂടി ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ഫീൽ, ഭയങ്കര ഒരു കാം ഫീൽ, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. എന്തോ എനിക്കിഷ്ടമാണ് അങ്ങനെ ഗാർഡനിൽ കൂടി ഇങ്ങനെ വെറുതെ നടക്കാനായിട്ടൊക്കെ. അപ്പം അങ്ങനെ വാടിയിരിക്കുന്ന ചെടികളൊക്കെ കാണുമ്പോൾ ചുമ്മാ വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് അങ്ങനെ ചെയ്ത് നടക്കലാണ് എൻ്റെ രാവിലത്തെ ഒരു പരിപാടി. അപ്പം അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ ചെടികളൊക്കെ നോക്കി നടക്കുകയാണ്. വാടിയിരിക്കുന്ന ചെടികളൊക്കെ കണ്ടപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ പൂച്ചക്കുട്ടി നിൽപ്പുണ്ട്. പൂച്ചക്കുട്ടിയുണ്ട്, പട്ടിക്കുട്ടിയുണ്ട്. അവനവിടെ ഭയങ്കര ബഹളമാണ്. എന്നെ കണ്ട അപ്പം ബഹളമാണ്, എൻ്റെ ദേഹത്ത് ചാടിക്കയറണം അങ്ങനെയൊക്കെ. അതിൻ്റെ കൂടെ പൂച്ചക്കുട്ടിയെ കൂടെ കാണുമ്പോൾ അവൻ കുറച്ചുകൂടെ അങ്ങ് ട്രിഗേർഡാവും. കാരണം പൂച്ചക്കുട്ടി ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നു, അവനെ കെട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾ കുറച്ച് ഇങ്ങനെ ട്രിഗേർഡായിട്ട് നിൽക്കുകയാണ്. അവനും പൂച്ചക്കുട്ടിയെ പോലും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം എന്നാണ് അവൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ പൂച്ചക്കുട്ടി എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമവും ഒരു ദേഷ്യത്തിലും ഒക്കെയാണ് ആൾ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവൻ കുരയ്ക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ എടുക്കുന്നതാണ്, തെങ്ങും ഇലകളും മരങ്ങളും ഒക്കെ. എനിക്കിങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനെ പ്രകൃതി രമണീയമായ വീഡിയോസൊക്കെ ചുമ്മാ ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു നേച്ചർ റിലേറ്റഡ് വീഡിയോസൊക്കെ എനിക്ക് ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയി മരങ്ങളുടെ വീഡിയോസ്, പൂക്കളുടെ വീഡിയോസ്, ഇലകൾ അനങ്ങുന്ന വീഡിയോസ്, അങ്ങനെയൊക്കെ ചുമ്മാ വീഡിയോ എടുത്ത് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ എടുത്ത കുറേ ഫൂട്ടേജസൊക്കെയാണ് ഞാൻ ഇതിൽ ഇട്ടേക്കുന്നത്. പിന്നെ പൂച്ചക്കുട്ടി എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പൂച്ചകളെ വളർത്തുന്നവർക്കറിയാം, അവർ നമ്മുടെ കൂടെ ഇങ്ങനെ, നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ വരും. നമ്മളിങ്ങനെ തൊട്ടുരുമി ഇങ്ങനെ നടക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് ഇവളും. പിന്നെ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി ഇങ്ങനെ നടക്കുവാണ്. ആൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ വിശന്നൊക്കെ ഇരിക്കുവാണ്. അതും കൂടെ കൊണ്ടാണ് ഇങ്ങനെ എൻ്റെ പുറകേ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇനി അവൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. ഞാൻ ആദ്യം പട്ടിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ടാണ് പോയത്. അവന് കൊടുത്തു കഴിഞ്ഞു. ഇവൾക്കിനി എന്തെങ്കിലും കൊടുക്കണം. കുറേ ബഹളം വെച്ച് നടന്നപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ ചുമ്മാ എടുത്തു. ആൾക്കിങ്ങനെ എടുക്കുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. കുറച്ച് നേരമൊക്കെ കയ്യിലിരിക്കും, പിന്നെ അങ്ങ് ചാടിപ്പോവും. അപ്പം വീട്ടിലെ മാവിൽ നിന്നൊക്കെ മാങ്ങയൊക്കെ ഇങ്ങനെ അടന്ന് വീഴാനായിട്ട് തുടങ്ങി. മാങ്ങയൊക്കെ പഴുത്ത് വരുന്ന ഒരു ടൈം ആയല്ലോ. അതുകൊണ്ട് ഇപ്പം കുറേ മാങ്ങ കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ എനിക്ക് എത്ര മാങ്ങ കഴിക്കാൻ പറ്റും. ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞാൽ മാങ്ങയൊന്നും കിട്ടില്ല. മാക്സിമം വീട്ടിൽ നിൽക്കുമ്പം എത്ര മാങ്ങ കഴിക്കാമോ അത്രയും മാങ്ങയൊക്കെ ഞാനങ്ങ് കഴിക്കും. അങ്ങനെ 2 മാങ്ങ എനിക്ക് രാവിലെ തന്നെ കിട്ടി. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ്.
അപ്പം മാങ്ങയൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പാഴ്സൽസ് അൺബോക്സ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് പ്രോജക്ട്സിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് ഐറ്റംസാണ്. മെയിനായിട്ടും ക്ലേ മോഡലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്കിങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പം നല്ല ക്യൂട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സൊക്കെ കാണുമ്പോൾ എനിക്കത് ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ അതുണ്ടാക്കാനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് മാഗ്നറ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് മാഗ്നറ്റ് ഇങ്ങനെ സെറ്റായിട്ട് കിട്ടുന്ന ഒരു ബോക്സാണ്. ഇത് ഭയങ്കര ടൈനി സൈസല്ല, കുറച്ചധികം സൈസുള്ളൊരു മാഗ്നറ്റാണ്. അപ്പം എനിക്ക് ഇതിലും ചെറിയ സൈസായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു സൈസാണ് കിട്ടിയത്. എനിക്ക് മാഗ്നറ്റ്സ് വെച്ചിങ്ങനെ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കൊച്ചിലെ എനിക്കിങ്ങനെ നീണ്ട ടൈപ്പ് ഒരു മാഗ്നറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിങ്ങനെ കുറേ ഇട്ടിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഇനി അടുത്തതായിട്ട് സത്യം പറഞ്ഞാൽ ഇതെന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. ഇത് തുറക്കുന്ന ടൈമിൽ ഇത് വന്നിട്ട് 2-3 ദിവസമായി. എനിക്ക് ടൈം കിട്ടിയത് ഇപ്പോഴായിരുന്നു ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്നുള്ള കാര്യം ഞാൻ തന്നെ അങ്ങ് മറന്നുപോയി. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ക്ലേ മോഡലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ്. ക്ലേ മോഡലിംഗ് ടൂൾസാണിത്. അതായത് ആ ക്ലേ കാർവ് ചെയ്തെടുക്കാനും അത് കറക്റ്റ് ഷേപ്പിൽ മോൾഡ് ചെയ്തെടുക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ്. ഇതൊരു സെറ്റ് ഓഫ് 6-7 പീസസ് ഉണ്ട് ഇതിൽ. നമുക്ക് ക്ലേ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഷാർപ്പ് ടൂൾസൊക്കെ ഉള്ളത്, നൈഫ് പോലെ ഇരിക്കുന്ന. അങ്ങനെ പിന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാർവ് ചെയ്തെടുക്കാനായിട്ട് വേറെ ടൂൾസ് സെപ്പറേറ്റ് അങ്ങനെ കുറച്ച് ടൂൾസൊക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞത് എങ്ങനെയാണ് ഇത് ഓരോ ടൂളിൻ്റെയും യൂസ് എന്താണെന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ക്ലേ മോഡലിങ് അങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ ക്ലേ മോഡൽ ടൂൾസൊക്കെ വാങ്ങിയത്. ഇനി വേണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂസ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് അതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ടൂളിന്, അതിൻ്റെ ഹാൻഡിലിനായാലും ഒക്കെ. ഇതിനൊന്നും അങ്ങനെ വലിയ റേറ്റൊന്നും ഇല്ല, എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് എനിക്ക് കിട്ടിയത്. ഇനി അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ UV റെസിനാണ്. UV റെസിൻ നമ്മൾ ഈ റെസിൻ വെച്ചിട്ടുള്ള ഇതൊക്കെ പ്രൊജക്ട്സൊക്കെ ചെയ്തല്ലോ. അപ്പം അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ റെസിൻ. അതായത് ഈ മാല, കമ്മൽ അതിലൊക്കെ ഇങ്ങനെ റെസിൻ യൂസ് ചെയ്യില്ല, ആ സംഭവമാണ് ഇത്. ഞാൻ വാങ്ങിയ എന്തിനാന്ന് വെച്ചാൽ ഈ ക്ലേ മോഡലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓരോ ക്ലേ പീസസിൽ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റെസിൻ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലേ മോഡലിൻ്റെ ആ ഒരു ഫിനിഷിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ UV റെസിൻ വാങ്ങിയത്. ഇത് ആക്ച്വലി കുറച്ച് ഹാംഫുള്ളാണ്, നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ പറ്റരുത് എന്നാണ് പറയുന്നത്. അത് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം. ഇനി അടുത്ത ഐറ്റമാണ് നമ്മുടെ മെയിൻ സാധനം, ക്ലേ. ഞാൻ മുമ്പും ക്ലേ ആർട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ എപ്പോക്സി കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇത്തവണയും വാങ്ങുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു എനിക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. എനിക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ എനിക്ക് കിട്ടി. ഇനി ഞാൻ അതുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ ക്ലേ മോഡൽസ്. ഇത് ഉണ്ടാക്കുന്ന ഫുട്ടേജസ് ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് സക്സസ് ആവോ ഫ്ലോപ്പ് ആവോ എന്നൊന്നും അറിയില്ല. ഞാൻ വെറുതെ വീഡിയോ എടുത്തിട്ട് അത് കുളമായി പോയാലോ എന്ന് വിചാരിച്ചാണ് അത് ക്ലേ മോഡലിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തെടുത്ത മോഡൽസ്. ആക്ച്വലി ഞാൻ ഇതിലും കൂടുതൽ ഐറ്റംസ് ചെയ്തു, അതൊക്കെ ഫ്ലോപ്പായി പോയി. എനിക്ക് ഈ ക്ലേയുടെ ഇത് എയർ ഡ്രൈ ക്ലേ ആണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇത് എത്ര നേരം ഇത് എയറിൽ എക്സ്പോസ് ചെയ്തിരിക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം കുറേയൊക്കെ അങ്ങനെ കട്ട പിടിച്ചു പോയി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നു ഇതിനിടയ്ക്ക്. അങ്ങനെ എനിക്ക് 1-2 മോഡൽസൊക്കെ അത് ഫ്ലോപ്പായി പോയി, എനിക്കത് കളയേണ്ടി വന്നു. അങ്ങനെ ബാക്കി കിട്ടിയതാണ് ഈ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കാനായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സ്ട്രോബെറി, അവക്കാഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഐറ്റംസ് സ്ട്രോബെറി, അവക്കാഡോ, മഷ്റൂം അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഞാൻ ചെയ്തത്.
ഞാനിങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ കുറേയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അതിൽ ഞാൻ കണ്ടത്. അപ്പം ഞാനും അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം കൂട്ടത്തിൽ നല്ലതെന്ന് പറയാനായിട്ട് കിട്ടിയ കുറച്ച് പീസസാണ് ഞാനിപ്പം എടുത്തേക്കുന്നത്. ബാക്കിയൊക്കെ എനിക്ക് കളയേണ്ടി വന്നു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നല്ലോണം പെയിൻ്റ് അടിച്ച് കൊടുക്കണം. പെയിൻ്റ് അടിക്കലാണ് ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്. എനിക്ക് പെയിൻ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ക്യാൻവാസ് പെയിൻറ്റ് ചെയ്യുക, ഇങ്ങനെ ക്ലേ മോഡൽസ് ഉണ്ടാക്കി ഇതിൽ പെയിൻറ്റ് ചെയ്യുക. എനിക്ക് ക്ലേ മോഡലിംഗ് ചെയ്യുന്നതിലും താല്പര്യം പെയിൻറ്റ് ചെയ്യുന്നതിലാണ് ഇതൊക്കെ. അപ്പം ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു മൂവിയൊക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മൂവിയൊക്കെ പ്ലേ ചെയ്തിരിക്കുകയാണ്. ഈ മൂവി ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം, കമൻറ്റിൽ വന്ന് പറയണം. എല്ലാവർക്കും അറിയാവുന്ന മൂവിയാണ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ്. ഞാൻ പണ്ടെപ്പോഴും കാണുന്നൊരു മൂവിയായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ മൂവിയെക്കുറിച്ച് ഞാനിങ്ങനെ എപ്പോഴും ഇടയ്ക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നെ ഈ മൂവി ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സിനിമയൊക്കെ ഇട്ടിട്ട് ഞാൻ ക്ലേ മോഡലിങ്ങിന് പെയിൻറ്റ് ചെയ്യാണ്. മിനി ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആയിരുന്നു എൻ്റെ മനസ്സിൽ, പക്ഷേ കുറച്ച് സൈസൊക്കെ കൂടിപ്പോയി. സാരമില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതങ്ങ് ക്ഷമിച്ച് കളയാം. എനിക്ക് കറക്റ്റ് ഒന്നെങ്കിൽ സൈസ് നോക്കിയാൽ അതിൻ്റെ ഷേപ്പ് പോവും, ഷേപ്പ് നോക്കിയാൽ സൈസ് പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അവക്കാഡോയ്ക്ക് പെയിൻ്റ് അടിക്കുവാണ്. കയ്യിൽ എനിക്ക് പ്രോപ്പർ കളറൊന്നും കിട്ടില്ല, പിന്നെ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് അത്ര പ്രോപ്പർ കളറിൽ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇത് ഞാൻ മഷ്റൂമാണ് ഉദ്ദേശിച്ചത്. ഇതിലിനി കുറച്ച് മിനുക്ക് പണികളൂടെ ചെയ്യാനുണ്ട് പ്രോപ്പർ മഷ്റൂമിൻ്റെ ആ ഒരു ലുക്കിലേക്ക് വരാനായിട്ട്. പിന്നെ ഇത് ഞാൻ ആക്ച്വലി ഒരു പൂച്ചക്കുട്ടിയുടെ ഫേസ് ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് അതിൻ്റെ കളർ കൊടുത്തപ്പോൾ ഒന്ന് പാളിപ്പോയി ചെറുതായിട്ട്. ആ കളറിനെ ഒന്ന് മാറ്റാനായിട്ട് നോക്കിയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ഒരു കുളമായിപ്പോയി. പക്ഷേ എനിക്കത് കറക്റ്റ് ഒരു പൂച്ചക്കുട്ടിയുടെ ഷേപ്പിൽ വന്നതുകൊണ്ട് അത് കളയാനായിട്ട് തോന്നിയില്ല. എൻ്റെ പെയിൻറ്റിങ്ങിൽ വന്ന ഒരു അപാകതയാണിത്. ഇതിപ്പം കാണുമ്പോൾ എനിക്കൊരു സിംഹത്തിൻ്റെ ഫേസൊക്കെ ആയിട്ടാണ് കളറ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, ഒന്നെങ്കിൽ പൂച്ചയായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ സിംഹത്തിൻ്റെ ഫേസായിട്ട് എടുക്കാം. ഏത് രീതിയിലായാലും കുഴപ്പമില്ല. എന്തായാലും ഞാനിത് കീപ്പ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അതിന് കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഉണ്ടാക്കി വെച്ച ഫ്രിഡ്ജ് മാഗ്നറ്റ് പീസസ്. ഇത് ഞാനിപ്പം UV റെസിനും കൂടെ അതിൻ്റെ പുറത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴാണ് ആ ഒരു ഗ്ലേസിങ് അതിന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറകിൽ എനിക്ക് മാഗ്നറ്റ് ഒട്ടിക്കണം. ആ മാഗ്നറ്റ് ഒട്ടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.